അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. നിങ്ങളോട് ഉണർത്താനുള്ളത്, എല്ലാ കുട്ടികളും കിതാബ് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അൽ ഇസ്തിഫ്ഹാമു വ അദവാതുഹു എന്ന പാഠമാണ്. അപ്പോൾ നമ്മൾ ഇൻഷാ ത്വലബിയുടെ ഓരോ ഇനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അംർ, അതുപോലെ തന്നെ നഹി എന്നീ രണ്ട് ഇസ്തിഫാമു ത്വലബി, രണ്ട് ത്വലബി, ഇൻഷാ ത്വലബികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തേതായി അൽ ഇസ്തിഫ്ഹാമു വ അദവാതുഹു, ഇസ്തിഫാമു അതിൻ്റെ അടയാളങ്ങളും, അതിൽ അൽ ഹംസത്തു വ ഹൽ, ഹംസയും ഹല്ലും, അതിനെക്കുറിച്ചാണ് ആദ്യം നോക്കുക. അൽ അംസിലത്തു. അൻതൽ മുസാഫിറു അം അഹൂക. അൻത നീയാണോ, അൽ മുസാഫിറു യാത്ര പോകുന്നവൻ, അം അഹൂക അല്ലെങ്കിൽ നിൻ്റെ സഹോദരനാണോ. മുഷ്തരിൻ അൻത അം ബായുൻ. മുഷ്തരിൻ വിൽക്കുന്നവനാണോ, അൻത നീ, അം ബായുൻ അല്ലെങ്കിൽ വാങ്ങുന്നവനാണോ. അഷഈറൻ സറഅത അം കംഹൻ. അഷഈറൻ സാദാ ഗോതമ്പിനെയാണോ, സറഅത നീ കൃഷി ചെയ്തത്, അം കംഹൻ അല്ലെങ്കിൽ തൊലി ഗോതമ്പാണോ. റാക്കിബൻ ജിഅത അം മാഷിയ. റാക്കിബൻ വാഹനം കയറിയവനായ നിലയിലാണോ, ജിഅത നീ വന്നത്, അം മാഷിയ അല്ലെങ്കിൽ നടന്നിട്ടാണോ നീ വന്നത്. യൗമൽ ജുമുഅത്തി യസ്തരീഹുൽ ഉമ്മാലു അം യൗമൽ അഹദി. യൗമൽ ജുമുഅത്തി വെള്ളിയാഴ്ചയാണോ, യസ്തരീഹുൽ ഉമ്മാലു ജോലിക്കാരൊക്കെ റെസ്റ്റ് എടുക്കുന്നത്, അം യൗമൽ അഹദി അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമാണോ. ഇവിടെ നോക്കി, ഇതിൽ ഏതാണ് എന്നാണ്. അപ്പോൾ മറുപടി അത് ഇന്ന ദിവസമാണെന്ന് വിശദീകരിച്ച് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനെ ചോദിക്കാൻ വേണ്ടി അംസ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് നോക്കി, അയസ്ദൗ ദഹബു, സ്വർണം തുരുമ്പ് പിടിക്കുമോ. അയസ്ദൗ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കുമോ. അദഹബു സ്വർണം തുരുമ്പ് പിടിക്കുമോ. 7. അയസീറുൽ ഗമാമു. അയസീറു സഞ്ചരിക്കുമോ, അൽ ഗമാമു മേഘം സഞ്ചരിക്കുമോ. അതതഹറക്കുൽ അർദു ഭൂമി ചലിക്കുമോ, ഭൂമിക്ക് ചലനമുണ്ടോ. അല്ലേ, ഇവിടെ നേരത്തെ ചോദ്യമാരിയല്ല, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലേ. കാരണം സ്വർണം തുരുമ്പ് പിടിക്കുമോ, പിടിക്കുമെങ്കിൽ അതെ, അല്ലെങ്കിൽ ഇല്ല എന്ന് മറുപടി പറയാം. അതേപോലെ ബാക്കിയുള്ളതൊക്കെ ഇത് നോക്കിയും. 9. ഹൽ യഅ്കിലുൽ ഹയവാൻ. ഹൽ യഅ്കിലുൽ ഹയവാൻ. ഹയവാൻ മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ടോ, മൃഗങ്ങൾ ചിന്തിക്കുന്നവരാണോ. 10. അൽ യുഹിസ്സുൻ നബാത്തു. സസ്യങ്ങൾക്ക് സ്പർശനറിവ്, അവർക്ക് അനുഭവ അറിവുമുണ്ടോ, അനുഭവിച്ചറിയാനുള്ള ശേഷിയുണ്ടോ. 11. ഹൽ യൻമുൽ ജമാദു. നിർജീവ വസ്തുക്കൾ വളരുമോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഹൽ ഹംസ വെച്ച് നമ്മൾ രണ്ട് രീതിയിൽ ചോദിച്ചിരുന്നു. ഒന്ന് ഒരു കാര്യത്തെ വിശദീകരിച്ച് ചോദിച്ചിരുന്നു, മറ്റേത് എസ് ഓർ നോ പോലുള്ള ചോദ്യം ചോദിച്ചു. ഹല്ല് വെച്ചിട്ട് ഒറ്റ ഒരു വിഭാഗമേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ബഹ്സിൽ ചർച്ച ചെയ്യാം. അൽ ബഹ്സ്. അൽ ജുമലു സാബിഖത്തു ജമീഉഹാ തുഫീദുൽ ഇസ്തിഫ്ഹാമ. അൽ ജുമലു സാബിഖത്തു മുമ്പ് കഴിഞ്ഞ 11 ഉദാഹരണങ്ങളും, തുഫീദു അത് ഫലം ചെയ്യുന്നുണ്ട്, അൽ ഇസ്തിഫ്ഹാമ ഇസ്തിഫ്ഹാമിനെ, ചോദ്യത്തിന് ഫലം ചെയ്യുന്നുണ്ട്. വഹുവ കമാ തഅലമു, അത് നീ അറിഞ്ഞതുപോലെ തന്നെ. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഇൽമി ബിശൈഇൻ ലം യകുൻ മഅലൂമൻ മിൻ ഖബ്ലു. ത്വലബുൽ ഇൽമി ഒരു കാര്യം തേടലാണ്, ബിശൈഇൻ ത്വലബുൽ ഇൽമി ഒരു അറിവിനെ തേടലാണ്, ബിശൈഇൻ ഒരു കാര്യം കൊണ്ടുള്ള ഒരു അറിവിനെ തേടലാണ്. എങ്ങനത്തെ കാര്യം, ലം യകുൻ അതായിട്ടില്ല, മഅലൂമൻ അറിയപ്പെട്ടതായിരുന്നില്ല, മിൻ ഖബ്ലു മുമ്പ് അറിയപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ള ഒരു അറിവിനെ തേടുന്നതിനാണ് ഇസ്തിഫാം എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ഇസ്തിഫാമിനെ ഇതൊക്കെ ഫലം ചെയ്യിപ്പിക്കുന്നുണ്ട്. അദാത്തുഹു അതിൻ്റെ അടയാളം, ഇസ്തിഫാമിൻ്റെ അടയാളം,
ഫി അംസിലത്തി ത്വായിഫത്തൈനി അലിഫ് വൽ ബ, അലിഫ് ബ എന്നീ രണ്ട് വിഭാഗത്തിൽ അൽ ഹംസത്തു ഏതായിരുന്നു? ഹംസയാണ് അവിടെ ഇസ്തിഫാമിൻ്റെ അടയാളം. വഫിൽ അംസിലത്തി ത്വായിഫത്തി ഹ എന്ന വിഭാഗത്തിലെ അവിടെ ഇസ്തിഫാമിൻ്റെ അടയാളം ഹല്ലാണ്. വനുരീദു ഹുന, വനുരീദു നമ്മൾ ഉദ്ദേശിക്കുന്നു, ഹുന ഇവിടെ, അന്നുഅരിഫ നാം അറിയിച്ചു തരാൻ, അൽ ഫർഖ വ്യത്യാസം എന്താണ്, ബൈനൽ അദാത്തൈനി ഫിൽ മഅന വൽ ഇസ്തിമാൽ, ഈ രണ്ട് അടയാളങ്ങൾക്കിടയിലുള്ള വ്യത്യാസം എന്ത്, ഫിൽ മഅന അതിൻ്റെ അർത്ഥത്തിലും, വൽ ഇസ്തിമാൽ അതിൻ്റെ ഉപയോഗത്തിലും. ഈ രണ്ട് ഇസ്തിഫാമിൻ്റെ അടയാളങ്ങൾ ഹംസയും അലിഫും, ഇത് രണ്ടും തമ്മിൽ എന്ത് മാറ്റമാണ് അർത്ഥത്തിലുള്ളത്, എന്താണ് ഉപയോഗത്തിലുള്ള മാറ്റം എന്നാണ് നാം ഇവിടെ പറയുന്നത്. തദബ്ബർ, നീ ചിന്തിച്ചു നോക്ക്. തദബ്ബർ, നീ ചിന്തിക്ക്. അംസിലത്ത് ത്വായിഫത്ത അലിഫ് എന്ന വിഭാഗത്തിലെ ആ ഉദാഹരണങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഹൈസുൽ അദാത്തുൽ ഇസ്തിഫാമി ഫീ അൽ ഹംസത്തു, അവിടെ ഇസ്തിഫാമിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ഹംസയാണ്. തജിദ്, നിനക്കെത്തിക്കാം, അന്നൽ മുത്തക്കല്ലിമ അവിടെ മുത്തക്കല്ലിമി ഫീ കുല്ലി മിന്ന ആ മുഴുവൻ ഉദാഹരണത്തിലും യഅരിഫുൻ നിസ്ബത്തല്ലത്തി തളമ്മനഹൽ കലാമു, കലാമു ഉൾക്കൊണ്ടിരിക്കുന്ന നിസ്ബ, കലാമിൻ്റെ നിസ്ബയെക്കുറിച്ച് അറിയാം. മുമ്പ് പഠിച്ചിട്ട് പോയിട്ടുണ്ടല്ലോ, ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ നിസ്ബ ഉണ്ടാവും, ഇന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അത് എന്താണ്, നിസ്ബ എന്താണ് എന്നറിയാം. വലാക്കിന്നോ, പക്ഷെ അയാൾ യതറദ്ദദു ബൈന ഷൈഇനി, രണ്ട് കാര്യങ്ങൾക്കിടയിൽ അയാൾ സംശയിക്കുകയാണ്. അല്ലേ, എന്താണ് അവിടെ വിഷയം എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ആ കാര്യം രണ്ട് കാര്യങ്ങൾക്കിടയിൽ അവൻ സംശയിക്കുകയാണ്. വയത്തുലുബു തഈനൽ അഹദി, എന്നിട്ട് അഹദീമ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ തഈൻ ചെയ്യാൻ, നിർണ്ണയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. കാരണം എന്താ, അന്നഹു ഫിൽ മിസാലിൽ അവ്വലി, കാരണം ഒന്നാമത് ഉദാഹരണത്തിൽ അത് മസലൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യഅരിഫു ഈ മുഖാത്തബ് അറിയാം, അല്ലെങ്കിൽ ചോദിക്കുന്ന ആൾക്ക് അറിയാം, അന്ന സഫറ വാഖിഉൻ, സഫർ നടന്നിട്ടുണ്ട്, യാത്ര നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നീയാണോ യാത്ര പോകുന്നവൻ അല്ലെങ്കിൽ സഹോദരനാണോ എന്ന് പറഞ്ഞത്. അപ്പോൾ യാത്ര എന്ന നിസ്ബ, അവിടെ സംഭവം നിസ്ബ യാത്രയാണ്. അപ്പം യാത്ര എന്നത് ഫീലൻ, അത് അവിടെ ഫീലിൽ തന്നെ നടന്നിട്ടുണ്ട് എന്ന് അയാൾക്കറിയാം. അന്നോ മാത്രമല്ല, അത് ആ യാത്ര മൻസൂബൻ അതിനെ ചേർക്കപ്പെടുന്നു ഇല വാഹിദ് മിനൽ ഇസ്നൈനി, രണ്ടിൽ നിന്നും ഒരാളിലേക്ക്. അൽ മുഖാത്തിബ്, ഒന്ന് മുഖാത്തിബ്, അതാണ് അന്ത എന്ന് പറഞ്ഞത്. ഔ അഹു അഹി, അല്ലെങ്കിൽ അവൻ്റെ സഹോദരൻ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാളിലേക്ക് അത് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നതും അയാൾക്കറിയാം. വഹുവൽ ഇദാലിക്ക, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചോദിക്കുന്ന ആളിലായ തുലുബ്, അയാൾ ചോദിക്കുന്നില്ല മാരിഫത്തൻ നിസ്ബത്തി, നിസ്ബയെ അവിടെ ചോദിക്കുന്നില്ല. കാരണം അവിടെ യാത്ര നടന്നു എന്നും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാളിലേക്ക് ആ യാത്രയെ ചേർക്കപ്പെടുന്നുണ്ട് എന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ നിസ്ബയെ അവിടെ ചോദിക്കുന്നില്ല. പിന്നെ ഇന്നമായ തുലുബ് മാരിഫത്ത് അൽ മുഫ്രദി, ഒരു മുഫ്രദാണ് അയാൾക്ക് കിട്ടേണ്ടത്. നീയോ ഓനോ ഇതിൽ ഏത് എന്ന ഒരു മുഫ്രദാണ് അയാൾക്ക് കിട്ടേണ്ടത്. വയന്തദിറു, അയാൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു, മിനൽ മസ്ഊലി ചോദിക്കപ്പെട്ട ആളിൽ നിന്നും, അയ്യുഅയ്യിന ലഹു ഈ ആൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, ദാലിക്കൽ മുഫ്രദ ആ മുഫ്രദിനെ വിശദീകരിച്ചു കൊടുക്കണം എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. വയദുല്ല അലൈഹി ആ മുഫ്രദിനെ അയാൾക്ക് അറിയിച്ചു കൊടുക്കണമെന്നും. വലിദാലിക അതുകൊണ്ടാണ് യക്കൂനു ജവാബുഹു ബിത്തഈനി, യക്കൂനു ഈ ചോദ്യത്തിൽ അന്ത മുസാഫിറുൻ അഹൂക്ക എന്നുള്ളിടത്ത് അവിടെ ജവാബ് മറുപടി ഉണ്ടാവുക ബിത്തഈനി ഇതിലേതെങ്കിലും ഒന്നിന് തഈൻ ചെയ്തുകൊണ്ടായിരിക്കും. ഫയുഖാലു ലഹു അപ്പോൾ അവനടുത്ത് പറയപ്പെടും അഹീ, ആരാണ് യാത്രക്കാരൻ, അഹീ എൻ്റെ സഹോദരനാണ് യാത്രക്കാരൻ എന്ന് വിശദീകരിച്ചുകൊണ്ട് തഈൻ ചെയ്തുകൊണ്ട് നിർണയിച്ചുകൊണ്ട് പറയും. മസലൻ ഉദാഹരണമായിട്ട്. വഫി മിസാലി സാനി അതേപോലെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ യഅലമുസ്സായിലു ചോദിക്കുന്ന ആൾക്കറിയാം, അന്ന വാഹിദൻ മിനൽ ഷൈഇനി രണ്ട് കാര്യത്തിൽ നിന്നും ഒന്ന്, അതായത് അശ്ശിറാഇ വൽ ബൈഇ വാങ്ങൽ വിൽക്കൽ, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് കദു നുസിബ ഇലൽ മുഖാത്തബി അത് മുഖാത്തബിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്, ഫീലിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്, ബിൽ ഫീൽ അത് ഒന്നിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നറിയാം. വലാക്കിന്നോ പക്ഷേ ഈ ചോദിക്കുന്ന ആൾ മുത്തറദ്ദിദുൻ അയാൾ സംശയിക്കുന്നവനാണ്, ബൈനഹുമ ആ രണ്ടിലേത്, ഷിറാ ബൈ അതിനിടയിൽ സംശയിക്കുന്നു. ഫലായദിരി അയാൾക്കറിയുകയില്ല, അഹുവ ഷിറാ വമിൽ ബൈ ആ സംഗതി ഷിറാ ആണോ അല്ലെങ്കിൽ ബൈ ആണോ എന്നറിയില്ല. ഫഹുവ ഇതൻ അപ്പം അന്നേരം ഈ ചോദിക്കുന്ന ആളിലായ തുലുബ് അവിടെ ചോദിക്കുന്നില്ല മാരിഫത്ത് നിസ്ബത്തി നിസ്ബയെ ചേടലിനല്ല, നിസ്ബ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാം. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നും ചെയ്യുന്നുണ്ട്, മുഖാത്തിബിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം നിസ്ബ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് അയാൾക്കറിയാം. ലിയന്ന മഅറൂഫത്തുല്ലഹു കാരണം നിസ്ബ അയാൾക്ക് അറിയപ്പെട്ടതാണ്. വലാക്കിന്നോ പക്ഷെ അദ്ദേഹം യസ്അലു
അദ്ദേഹം ഇവിടെയും ചോദിക്കുന്നത് അൻ മുഫ്രദിൻ, ഒരു മുഫ്രദായ മറുപടിയെക്കുറിച്ചാണ്. വയത്തുലുബു തഈനഹു, ആ മുഫ്രദിനെ തഈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. വലിത, അതുകൊണ്ട് തന്നെയാണ് യുജാബു, അവിടെയും മറുപടി പറയപ്പെടുക ബിത്തഈനി, ആ ഉത്തരത്തെ വിശദീകരിച്ചുകൊണ്ടാണ്. ഫയുഖാലു ഫിൽ ജവാബി, അപ്പോൾ അതിൻ്റെ മറുപടിയിൽ പറയപ്പെടും ബായോൻ. മസലൻ, ഉദാഹരണമായിട്ട് എന്താണ്, അല്ല ഞാൻ ബായിയാണ്, എന്തല്ല മുസ്തരിയല്ല, ബായോൻ ബായിയാണ് എന്നെന്ത് ചെയ്യും, ഉദാഹരണമായിട്ട് മറുപടി പറയപ്പെടും. വഹാഖദ, ഇപ്രകാരം തന്നെയാണ് യുഖാലു പറയപ്പെടുക ഫി ബഖിയത്തിൽ അംസിലത്തി ത്വായിഫത്തിൽ അലിഫ്, അലിഫ് എന്ന വിഭാഗത്ത് ഷഈറൻ സറയത്താം കംഹ, ഷഈറാണോ അല്ല കംഹാണോ, അപ്പോൾ ഒന്നില്ലെങ്കിൽ ഷഈറൻ അല്ലെങ്കിൽ കംഹൻ എന്നത് മറുപടി പറയും. അതുപോലെ റാക്കിബൻ മാഷിയൻ അല്ലേ, റാക്കിബൻ എന്നോ മാഷിയൻ എന്നോ അല്ലെങ്കിൽ യൗമുൽ ജുമുഅ എന്നോ യൗമുൽ അഹദ് എന്നോ തഈൻ ചെയ്തുകൊണ്ട് ആ മുഫ്രദിനെ തഈൻ ചെയ്തുകൊണ്ട് മറുപടി പറയും. വൈദാ തദബ്ബർതൽ മുഫ്രദൽ മസ്ഊല അൻഹു, വൈദാ തദബ്ബർത, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അൽ മുഫ്രദ, മുഫ്രദിനെ, അൽ മസ്ഊല അൻഹു, ഇവിടെ ചോദിക്കപ്പെട്ടതായിരിക്കുന്ന മുഫ്രദ് ഉണ്ടല്ലോ, അതിനെ ഫിൽ അംസലത്തി ത്വായിഫത്തി, ഈ വിഭാഗത്തിലുള്ള ഉദാഹരണത്തിലെ മുഫ്രദിനെ ചിന്തിച്ചാൽ, വക്കദാലിക ഫീ കുല്ലി മിസാലിൻ ആഖറ യഅരിദു ലക്, വക്കദാലിക, അപ്രകാരം തന്നെ ഫീ കുല്ലി മിസാലിൻ, എല്ലാ ഉദാഹരണത്തിനും, ആഖറ വേറെ ഉദാഹരണങ്ങളിലും, യഅരിദു ലക്, അത് നിനക്ക് വെളിവാകും, ഇതല്ലാത്ത വേറെ ഉദാഹരണങ്ങൾ എന്നർത്ഥം. വജത്തഹു, അതിനെ നിനക്കെത്തിക്കാം, ദാഇമ, എപ്പോഴും, യഅ്തി, അത് വരും, ഈ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അത് വരുന്നതായിരിക്കും, ബഅദൽ ഹംസത്തി, ഹംസയ്ക്ക് ശേഷം അതേക്കാരുണ്ടാകുക, മുബാശറത്തൻ, നേരെ, കണ്ടില്ലേ, അന്ത, കണ്ടില്ലേ, മുഷ്തരിൻ, ഷഈറൻ, റാക്കിബൻ, യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനെക്കുറിച്ചാണോ ഇവിടെ, ഏത് മുഫ്രദിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, ആ മുഫ്രദി ഹംസൻ്റെ ഉടനെ ഉണ്ടാകും. സവാഉൻ അക്കാന മുസ്നദിനിലേഹി, അത് മുസ്നദിനിലേഹി ആവട്ടെ, കമാഫിൽ മിസാലിൽ അവലി, ഒന്നാമത്തെ ഉദാഹരണത്തിൽ അല്ലേ, അന്തൽ മുസാഫിർ എന്ന് പറയുമ്പോൾ അന്ത മുസ്നദിലെയാണ്, മുസാഫിർ എന്നാൽ മുസ്നദാണ്, അപ്പോൾ അതാണ് അവിടെ മുസ്നദിലേ പോലെ എന്ന് പറഞ്ഞത്. മുസ്നദാണ്, അല്ലെങ്കിൽ മുസ്നദായിട്ട് മുഷ്തരിൻ, അന്ത മുഷ്തരി എന്നാണ് പറയുന്നത് സാധാരണ ചോദിക്കല്ലേ, അപ്പോൾ അന്ത മുസ്നദിലെയാണെങ്കിൽ മുഷ്തരിൻ മുസ്നദാണ്, അപ്പോൾ മുസ്നദാവട്ടെ കമാഫിൽ മിസാനി സാനി, ഔ മഫ്ഊലൻ ബിഹി, അല്ലെങ്കിൽ മഫ്ഊൽ ബിഹി ആവട്ടെ കമാഫിൽ മിസാലി സാലിസ്, മൂന്നാമത്തോടത്ത് സറായത്ത, നീ കൃഷി ചെയ്തു ഷാഹിറനിലെ, അപ്പോൾ മഫ്ഊലായിട്ട് വരുന്ന സാധനമാണ്, അതാവട്ടെ. ഹാലൻ, നാലാമത്തെ ഉദാഹരണത്തിൽ കമാഫിർ റാബിയായി, നാലാമത്തെ ഉദാഹരണത്തിലുള്ളതുപോലെ ഹാലാവട്ടെ, റാക്കിബൻ എന്ന് പറഞ്ഞ ജീത്തന്നിൻ്റെ ഹാലാണ്, അങ്ങനെ ആവട്ടെ. ഔ ലറഫൻ, യൗമുൽ ജുമുഅ ലറഫാണ്, കമാഫിൽ മിസാലിൽ ഖാമിസ്, ഇനി ഔ ഗൈറു ദാലിക, ഇനി അതല്ലാത്ത വേറെ എന്തെങ്കിലും, അപ്പം ജാർ മജ്റൂറൊക്കെ ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവാം, എന്തോ ആവട്ടെ. എന്തിനെക്കുറിച്ചാണ് ചോദിക്കപ്പെടുന്നത്, ആ മുഫ്രദ് ഈ ഇസ്തിഫാമിൻ്റെ അക്ഷരമാവുന്ന ഹംസൻ്റെ കൂടെയാണ് ഉണ്ടാവുക. മാത്രമല്ല വജത്തലഹു, നിനക്കതിനെ എത്തിക്കാം, മുആദിലൻ, അതിനോട് തുല്യമായ ഒന്നിനെ, യുദുക്കറു, അത് പറയപ്പെട്ടിട്ടുണ്ടാവും, ബഅദ അമ്മിട്ടുകൊണ്ട്, കണ്ടോ, ആ അന്ത അല്ലെ, ഈ അന്തയ്ക്ക് മുആദിലായ, അതിനോട് തുല്യമായ, അതിനോട് കിടയൊക്കുന്ന ഒന്ന് അമ്മിട്ടിട്ടാണ്, അഹൂക്ക. അതുപോലെ തന്നെ മുസ്തരീൻ അന്ത ബായോൻ, ഷഈറൻ കംഹൻ, ഉണ്ടല്ലേ, അങ്ങനെ ഇതിനോട് തുല്യമായ ഒന്നൊരു എന്ന വാക്കിട്ടുകൊണ്ട് ശേഷം പറഞ്ഞതായിട്ട് കാണാം. കമാ തറാഫിൽ അംസിലത്തി, ഉദാഹരണത്തിൽ നീ കണ്ടതുപോലെ. വഖദ് യുഹ്ദഫു ഹാദൽ മുആദിലു, ചിലപ്പോൾ നീ എന്ത് ചെയ്യുക, ഈ മുആദിൽ ചിലപ്പം കളയപ്പെടും. ഫതഖൂലു, എന്നിട്ട് പറയും, അന്തൽ മുസാഫിർ, നീയാണോ യാത്രക്കാരൻ, നീയാണോ യാത്ര പോയവൻ എന്ന് ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. ആ മുസ്തരീൻ അന്ത, നീയാണോ വാങ്ങുന്നവൻ, എങ്ങനെ ചോദിക്കും. ഫാലും ബജർ, അങ്ങനെ അവസാനം വരെ ചിലപ്പം എന്താ ഉണ്ടാവില്ല, ഈ അമ്മിട്ട് അതിന് ശേഷമല്ല ചിലപ്പം പറയാതിരിക്കാം, അത് നിർബന്ധമല്ല, സംഗതി അല്ല എന്നർത്ഥം. ഇനി അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നോക്കൂ, ഒന്നുറിയില അംസലത്തി ത്വായിഫത്തി ബ എന്ന വിഭാഗത്തിലെ ഉദാഹരണം നോക്കൂ. ഹൈസു അദാത്തുൽ ഇസ്തിഫാമി ഹിയൽ ഹംസത്തു ഐലൻ, അവിടെയും ഇസ്തിഫാമിൻ്റെ അടയാളം നേരത്തെ പറഞ്ഞ ഹംസ തന്നെയാണ്. തജിദിൽ ഹാല, എന്നാൽ അവിടുത്തെ അവസ്ഥ അലാ ഖിലാഫി മാ കാനത്ത് ഫിൽ അംസലത്തി ത്വായിഫത്തി അലിഫ്, അലിഫ് എന്ന വിഭാഗത്തിലെ ഉദാഹരണത്തിൽ ഉണ്ടായതുപോലെയല്ല, അതിന് നേരെ ഓപ്പോസിറ്റായി, അതിൻ്റെ വിപരീതമായിട്ടാണ് ഇപ്പുറത്തുള്ളത്. കാരണം എന്താ, ഫൈനൽ മുത്തക്കല്ലിമ ഹുന, ഇവിടെ മുത്തക്കല്ലിമ് മുത്തറദ്ദിദുൻ, അവൻ്റെ സംശയം ബൈന സുബൂത്തി നിസ്ബത്തി വനഫിയ, ആ സംഗതി സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേന്നാ. നേരത്തെ ഒരു സംഗതി അവിടെ സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പാണ്, പിന്നെ അത് ആര് ചെയ്തു എന്നുള്ളതിലൊന്നും സംശയം ഉണ്ടായിരുന്നില്ലേ. എന്നാൽ ഇവിടെയോ, ഇവിടെ ആ നിസ്ബ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നതിനിടയിലാണ് സംശയം. ഫൗയ ജഹലുഹ, അയാളപ്പോൾ അത് അറിയില്ല. വലിദാലിക്ക്, അതുകൊണ്ട് യസ്അലു അൻഹ, നിസ്ബയെക്കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത്. വയത്ലുബു മഅരിഫതഹ, ആ നിസ്ബയെക്കുറിച്ച് അറിയാനാണ് തേടുന്നത്. ഫിൽ മിസാലി സാദിസി, ഉദാഹരണത്തിന് ആറാമത്തെ ഉദാഹരണം എടുത്തു നോക്കൂ. യതറദ്ദിദുൽ മുത്തക്കല്ലിമു, അവിടെ മുത്തക്കല്ലിമു സംശയിക്കുന്നത് ബൈന സുബൂത്തി സ്വദഇൽ ദഹബി, സ്വർണത്തിന് തുരുമ്പ് സ്ഥിരപ്പെട്ടിരിക്കുന്നോ
ഔ നഫി അല്ലെങ്കിൽ ഉണ്ടാവുകയില്ലേ എന്നതിനിടയിലാണ് സംശയിക്കുന്നത്. വലിദാലിക അതുകൊണ്ട് തന്നെ യത്തുലബ് മഅരിഫത ആദിഹി നിസ്ബത്തി ഈ നിസ്ബയെ തേടലാണ്, ഈ നിസ്ബയെ അറിയലാണ് അവിടെ ചോദിക്കുന്നത്. ഫയക്കൂന് ജവാബു ബി നഅം അപ്പോൾ അവിടെ മറുപടി എന്തുണ്ടാകുക? നഅം, അതെ. തുരുമ്പ് പിടിക്കുമെങ്കിൽ നഅം എന്ന് പറയും. ഇന്നുരീദൽ ഇസ്ബാത്ത അതിനെ സ്ഥിരപ്പെടുത്താനാണ് ഉദ്ദേശിച്ചതെങ്കിൽ നഅം എന്ന് പറയും. വബില്ല ലാ എന്നതുകൊണ്ടായിരിക്കും, ബില എന്നല്ല കേട്ടോ, എന്താണ് അത് ഒറ്റ വാക്കല്ല, ബാജറിൻ്റെ അക്ഷരമാണ്. ബില്ല ലാ എന്നതുകൊണ്ടാണ് മറുപടി പറയേണ്ടതെന്നർത്ഥം. ഇന്നുരീദൻ നഫിയ ഇനി നഫിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വൈദാ തഅമ്മൽതൽ അംസലത്ത ഹുന ഇവിടെ നീ ഉദാഹരണങ്ങളെ ഒന്നുകൂടി ചിന്തിച്ചാൽ ലം തജിദിലിൽ മസ്ഊലി അൻഹു ഇവിടെ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്? നിസ്ബയല്ലേ, ആ നിസ്ബക്ക് മുആദിലൻ അമ്മിട്ടുകൊണ്ട് ഒരു മുആദിൽ അവിടെ ഉണ്ടാവുമോ? അതൊന്നും അവിടെ ഉണ്ടാവില്ല. കാരണം ഇവിടെ നിസ്ബയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നിസ്ബയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി നഅം എന്നോ അല്ലെങ്കിൽ ലാ എന്നോ ആണ് ഉണ്ടാവുക. മിമ്മാ തഖദ്ദമ ഈ മുമ്പ് പറഞ്ഞതിൽ നിന്നും തറ നിനക്ക് മനസ്സിലായിട്ടുണ്ട് അന്നലിൽ ഹംസത്ത് ഇസ്തിമാലൈനി ഹംസ എന്ന ഇസ്തിഫാമിൻ്റെ അക്ഷരത്തിന് രണ്ട് ഉപയോഗമുണ്ട്. ഫതാറത്തൻ ചിലപ്പോൾ യുത്ലബ് ബിഹ അതുകൊണ്ട് തേടപ്പെടും മാരിഫത്ത് മുഫ്രദിൻ ഒരു മുഫ്രദായ ഒരു സംഗതി ഒരു മുഫ്രദായ പദത്തിൻ്റെ ചോദിക്കും. വതാറത്തൻ മറ്റ് ചിലപ്പോൾ യുത്ലബ് ബിഹ അതുകൊണ്ട് തേടപ്പെടുക മാരിഫത്ത് നിസ്ബത്തി നിസ്ബയെക്കുറിച്ചറിയാനാണ്, നിസ്ബയെക്കുറിച്ച് ചോദിക്കാനാണ്. വതുസമ്മ മാരിഫത്ത് അൽ മുഫ്രദി അങ്ങനെ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ ഇവനാണോ അവനാണോ, അപ്പോൾ മുഫ്രദായ ഒരു സംഗതിയെ വിശദീകരിച്ച് പറയണമെന്ന്. അങ്ങനെ ഈ മുഫ്രദിനെ കുറിച്ച് ചോദിക്കുന്നതിനെക്കുറിച്ച് തസവ്വുറൻ അതിനെക്കുറിച്ച് തസവ്വുർ എന്ന് പറയും. വ മാരിഫത്തുൻ നിസ്ബത്തി ഇനി ഈ നിസ്ബയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ അതിന് തസ്ദീഖൻ എന്തെന്നും പറയും? തസ്ദീഖ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ നമ്മൾ നിസ്ബ എന്താണ് മുഫ്രദിനെ കുറിച്ചായി നീയാണോ അല്ലെങ്കിൽ ഇവനാണോ എന്ന രീതിയിലുള്ള ചോദ്യം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്ത് പറയും? തസവ്വുർ എന്നും മറ്റിനെ കുറിച്ച് തസ്ദീഖ് എന്ന് പറയും. ഇനി ഒന്നുറിലാംസരത്ത് ത്വായിഫത്തി ഹ എന്ന വിഭാഗം അവസാനം പറഞ്ഞ ഐ സ്വദാത്തുൽ ഇസ്തിഫാമി ഹല്ല് അവിടെ ഇസ്തിഫാമിൻ്റെ അടയാളം ഹല്ലാണ്. അതും ചിന്തിക്ക്. തജിദ് നിനക്കെത്തിക്കാം അന്നൽ മുത്തക്കല്ലിമ ഫീ കുല്ലി മിൻഹ ആ ഉദാഹരണത്തിൽ മുഴുവൻ മുത്തക്കല്ലിമ് ലായത്തറദ്ദിദു ഫീ മഅരിഫത്തി മുഫ്രദി മിനൽ മുഫ്രദാത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മുഫ്രദായ പദത്തിനെയല്ല അവിടെ അയാൾ സംശയിക്കുന്നത്. വലാക്കിന്നോ മുത്തറദ്ദിദുൻ ഫീ മഅരിഫത്തി നിസ്ബത്തി ഹംസയിൻ്റെ വിഷയത്തിൽ അവസാനം പറഞ്ഞ പോലെ ഒരു നിസ്ബയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെയും അയാൾ സംശയിക്കുന്നത്. വലായദിരി അയാൾക്കറിയില്ല മുസ്ബിദത്തുൻ ഹിയ മംഫിയത്തുൻ ആ നിസ്ബ സ്ഥിരപ്പെട്ടതാണോ അല്ല മംഫിയാണോ നിഷേധിക്കപ്പെടുന്നതാണോ എന്നറിയുന്നില്ല. ഫവയസ് അലു അന്നു അപ്പോൾ ആ നിസ്ബയെക്കുറിച്ച് തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. വലുതാലിക്ക അതുകൊണ്ട് യുജാബി ബി നഅം നഅം എന്നാണ് മറുപടി പറയുക. ഇൻ ഉരീദൽ ഇസ്ബാത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ബാത്തിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ. വബി ലാ എന്ന് മറുപടി പറയും ഇൻ ഉരീദൽ നഫി നഫി ഉദ്ദേശിച്ചാൽ. വലൗ അന്നക തതബ്ബഅത ജമീഅൽ അംസിലത്തില്ലത്തി യസ്തഫഹമു ബിഹാ ബിഹൽ ഹല്ല് കൊണ്ട് ചോദിക്കപ്പെടുന്നതായിരിക്കുന്ന മുഴുവൻ ഉദാഹരണങ്ങളെ നീ പരിശോധിച്ചാൽ ലവജത്തൽ മത്ലൂബ അവിടെ ചോദിക്കപ്പെടുന്ന ഈ സംഗതിയെ തേടപ്പെടുന്നതിന് നിനക്കെത്തിക്കാം. വവ മാരിഫത്ത് നിസ്ബത്തി ലാ ഗൈറു നിസ്ബയെക്കുറിച്ച് മാത്രമായിരിക്കും അല്ലുകൊണ്ട് ചോദിക്കുക. ഇതുപോലെ അതുണ്ടായിട്ടുണ്ടോ ഇല്ലേ നാം അല്ലെങ്കിൽ ആ എന്ന് മറുപടി പറയുന്നത് പോലെ നിസ്ബയെക്കുറിച്ച് മാത്രമായിരിക്കും നിസ്ബ മാത്രമായിരിക്കും അല്ലുകൊണ്ട് തേടുക. എന്ത് തേടൂല? മുഫ്രദിനെ തേടൂല എന്നർത്ഥം. ഫഹൽ അപ്പോൾ ഹൽ എന്നത് ഇതൻ അതുകൊണ്ട് ലാ തക്കൂനു ഇല്ലാലി തൊലബി തസ്ദീഖി തസ്ദീഖിനെ മാത്രം തേടാനേ ഹല്ല് വരുള്ളൂ. നേരത്തെ നമ്മൾ തസവ്വുർ ആകുമ്പോൾ എന്തുവാണ് മുഫ്രദിനെ തേടുന്നതിനെ കുറിച്ചാണ് തസവ്വുർ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ തസവ്വുർ ഹംസക്ക് മാത്രമേ വരുന്നതാണ്. അപ്പോൾ തസ്ദീഖ് ആകുമ്പോൾ ഹംസക്കും ഉണ്ടാവും ഹല്ലിനും ഉണ്ടാവും. വയംതനി ദിക്റുൽ മുആദിൽ മാത്രമല്ല ഹല്ലിൻ്റെ കൂടെ എന്തും പറയില്ല, ആ മുആദിലിനെയും പറയുകയില്ല. ഇതിൻ്റെ കായിക നോക്കി അൽ ഇസ്തിഫാമു ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ തൊലബുൽ ഇൽമി ബിഷൈഇൻ ഒരു കാര്യം കൊണ്ട് ഉള്ള ഒരു വിഷയം കൊണ്ടുള്ള അറിവിനെ തേടലാണ്. ലം യകുൻ മഅലൂമൻ മിൻ ഖബ്ലു മുമ്പ് അറിയപ്പെടാത്തൊരു കാര്യത്തെക്കുറിച്ച് തേടാണ്. വലഹു അദ്വാത്തുൻ കസീറത്തുൻ അതിനൊരുപാട് അടയാളങ്ങളുണ്ട്. മിന്ന അൽ ഹംസത്തു വ ഹൽ അതിൽപ്പെട്ടതാണ് ഹംസയും ഹല്ലും. യുത്ലബു ബിൽ ഹംസത്തി അഹദുൽ അംറൈനി രണ്ടാലൊരു കാര്യം ഹംസ കൊണ്ട് തേടും. എന്താ? ഒന്ന് തസവ്വുർ വവ ഇദ്റാഖുൽ മുഫ്രദ് അത് മുഫ്രദിനെ മനസ്സിലാക്കലാണ്, മുഫ്രദായ ഒരു സംഗതിയെ മനസ്സിലാക്കുക. വഫി ആദിൽ ഹാലി ആ ഒരു സന്ദർഭത്തിൽ തേത്തിൽ ഹംസത്തു ഹംസ വരും മത്ലുവത്തം ബിൽ മസ്ഊലി അൻഹു ഏതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതിൻ്റെ അടുത്തായിരിക്കും ഹംസ ഉണ്ടാകുക. മാത്രമല്ല യുദ്ക്കറു ലഹു ഫിൽ ഗാലിബി സാധാരണഗതിയിൽ അവിടെ പറയപ്പെടും മുആദിലുൻ ഒരു തുല്യമായ ഒന്നിനെ ബഅദം അമ്മിട്ടുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിൽ കണ്ടതുപോലെ. രണ്ടാമത്തത് തസ്ദീഖിനെ കുറിച്ച് തേടും ഹംസ കൊണ്ട്. വവ ഇദ്റാഖ് നിസ്ബത്തി അവിടെ നിസ്ബയെ തേടലാണ് തസ്ദീഖ് എന്ന് പറഞ്ഞാൽ. അഫി ആദിൽ ഹാലി ഈ ഒരു സന്ദർഭത്തിൽ യംതനു ദിക്റുൽ മുആദിലി ഈ തുല്യമായതിനെ പറയൽ എന്താവും മുംതനിയാണ് വിലങ്ങപ്പെടും.
ഇനി യുത്തുലബ് ബി ഹൽ എന്ന ഇസ്തിഫാമിൻ്റെ അക്ഷരം കൊണ്ട് തസ്ദീഖിനെ മാത്രമാണ് തേടുക, ലൈസ ഗൈറു വേറെ ഒന്നിനെയും തേടൂല. വയംതനിയു മഅദിക്റുൽ മുആദിലി അവിടെയും എന്ത് പറയൽ മുആദിൽ തുല്യമായതിനെ പറയൽ എന്താണ് വിലങ്ങപ്പെട്ടിട്ടുണ്ടാവും, പറയപ്പെട്ടിട്ടുണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഇസ്തിഫാം എന്നാൽ എന്താ അതിൻ്റെ നിർവചനം. പിന്നെ ഹംസ കൊണ്ട് തസവ്വുർ എന്താ, തസ്ദീഖ് എന്താ. തസവ്വുർ എന്നാൽ മുഫ്രദിനെ തേടലാണ്, തസ്ദീഖ് നിസ്ബയെ തേടലാണ്. അപ്പോൾ അതുകൊണ്ട് തേടുന്നത്, പിന്നെ ഹല്ല് കൊണ്ട് തേടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.